ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 138 ഭാഗത്തിൽ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കെ മധു സംവിധാനം ചെയ്ത് മോഹൻലാൽ, സുരേഷ് ഗോപി, ഉർവശി, അംബിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1987 മെയ് 14 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. എസ്.എൻ. സ്വാമി കഥാതിരക്കഥാ സംഭാഷണ എഴുതി സുനിത പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എം മണി നിർമ്മിച്ച ചലച്ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. ചിത്രം വിതരണം ചെയ്തത് അരോമ റിലീസാണ്. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ശ്യാമാണ്. ശ്യാം സംഗീതം നൽകി ചുനക്കര രാമൻകുട്ടി രചിച്ച് അമ്പരപ്പൂവിധിയിൽ എന്ന ഒരു ഗാനമാണ് ചിത്രത്തിലുള്ളത്. ഈ ഗാനം ആലപിച്ചത് കെ.ജെ. യേശുദാസാണ്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിപിൻ മോഹനും എഡിറ്റിംഗ് ബി.പി. കൃഷ്ണനും നിർവഹിച്ചിരിക്കുന്നു. ത്യാഗരാജൻ്റെ സംഘട്ടനം ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മോഹൻലാൽ, സാഗർ ഏലിയാസ് ജാക്കി, സുരേഷ് ഗോപി, ശേഖരൻകുട്ടി, ശ്രീനാഥ് ഇൻസ്പെക്ടർ ജീവൻ, ജഗതി ശ്രീകുമാർ ചാണക്യൻ, പ്രതാപചന്ദ്രൻ മിനിസ്റ്റർ, അടൂർ ഭാസി അശ്വതി വർമ്മയുടെ മുത്തശ്ശൻ, ജനാർദ്ദനൻ IG, KPSC സണ്ണി ചാക്കോ, ജോസ് സന്തോഷ് ലോറൻസ്, ജഗദീഷ് ബാലകൃഷ്ണൻ, അംബിക അശ്വതി വർമ്മ, ഉർവശി ജ്യോതി, കബീർ പൊന്നമ്മ, സാഗർ ഏലിയാസ് ജാക്കിയുടെ അമ്മ, സുകുമാരി ജ്യോതിയുടെ അമ്മ. ചിത്രം വാണിജ്യപരമായി വൻ വിജയമായിരുന്നു. 40 ലക്ഷത്തിൻ്റെ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം 4.5 കോടിയിലധികം കളക്ഷൻ നേടി. മോഹൻലാൽ അവതരിപ്പിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രം ഇന്ന് ആരാധകർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കഥാപാത്രമാണ്. ഈ പേരിൽ ഇതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ പിൽക്കാലത്ത് എസ്.എൻ. സ്വാമി തന്നെ ചിത്രം ഇറക്കുകയുണ്ടായി. സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര് മോഹൻലാൽ തന്നെ നിർദ്ദേശിച്ചതാണെന്ന് എസ്.എൻ. സ്വാമി ഒരു അഭിമുഖത്തിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചക്കാട് രാമകൃഷ്ണൻ മുഖ്യമന്ത്രി ആണ്. ആ മുഖ്യമന്ത്രിയുടെ മകനായ ശേഖരൻകുട്ടിക്ക് വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റിൻ്റെ പങ്കാളിയാണ് വിദ്യാസാഗർ എന്ന യുവാവ്. അയാൾ അധോലോകത്ത് അറിയപ്പെടുന്നത് സാഗർ ഏലിയാസ് ജാക്കി എന്ന് അറിയപ്പെടുന്നു. സ്വർണ്ണക്കടത്തുകൊണ്ട് തൃപ്തനാവാതെ ശേഖരൻകുട്ടി മയക്കുമരുന്ന് ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ സാഗർ ഏലിയാസ് ജാക്കി അത് തടയുകയും അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചെയ്യുന്നു. ഈ ചിത്രം 1989 കന്നഡയിൽ ജാക്കി എന്ന പേരിലും തെലുങ്കിൽ 1990 20-ാം ശതാബ്ദം എന്ന പേരിലും പുനർനിർമ്മിക്കുകയുണ്ടായി. കന്നഡ, തെലുങ്ക് പതിപ്പുകളിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ആയ സാഗർ ഏലിയാസ് ജാക്കി അവതരിപ്പിച്ചത് സുമനും അംബരീഷും ആണ്. കന്നഡയിലും തെലുങ്കിലും സുരേഷ് ഗോപിയുടെ വേഷം ദേവരാജും അവതരിപ്പിച്ചു. സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്ന പേരിലാണ് 2009 തുടർ ചിത്രം ഇറങ്ങിയത്. തിയേറ്ററുകളിൽ നിറഞ്ഞാടിയ ചിത്രമായിരുന്നു 20-ാം നൂറ്റാണ്ട്. ബോംബെ അധോലോകത്തെ ആരാധനയോടെ വാഴ്ത്തുന്ന മാധ്യമങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടും സാമ്പത്തിക നേട്ടം മനസ്സിലാക്കിയും വിദ്യാസാഗർ എന്ന യുവാവ് കള്ളക്കടത്തിലേക്ക് തിരിയുകയും സാഗർ ഏലിയാസ് ജാക്കി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയായ ഇഞ്ചക്കാട് രാമകൃഷ്ണൻ ശേഖരൻകുട്ടി ആണ് ഇഞ്ചക്കാട് രാമകൃഷ്ണൻ്റെ മകൻ ശേഖരൻകുട്ടിയാണ് സാഗറിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് ബിസിനസ്സിലെ പങ്കാളി. കാർ റാലി റേസുകളിൽ നീല നിറത്തിലുള്ള മാരുതി കാർ സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നു എന്ന വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റംസിൻ്റെ പരിശോധന ഉണ്ടാവും എന്നറിഞ്ഞ ഉടനെ സാഗറും കൂട്ടാളിയായ സഹായിയായ ലോറൻസും കൂടി കാറിൻ്റെ വീലിൽ സ്വർണ്ണം ഒളിപ്പിക്കുകയും കസ്റ്റംസിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരാൾ ഗവൺമെൻറ്റിന് ഒറ്റുകൊടുക്കുന്ന ആൾ ഉണ്ട് എന്ന സത്യം ജാക്കി അറിയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കാസിമും ടോണിയും കള്ളക്കടത്ത് നടത്തുന്ന ഒരു രാത്രിയിൽ കാസിം ആണ് ഒറ്റുകൊടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ടോണിയെ കാസിം കൊലപ്പെടുത്തുന്നു. ഇതറിഞ്ഞ കാസിമിനെ ശേഖരൻകുട്ടി കൊല്ലുന്നു. ആ സമയത്താണ് അധോലോകവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്
റിപ്പോർട്ട് എഴുതാൻ വന്ന ജേർണലിസ്റ്റായ അശ്വതി വർമ്മയെ ജാക്കി പരിചയപ്പെടുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എങ്കിലും ജാക്കിക്ക് നാർക്കോട്ടിക് ബിസിനസ് നടത്തുന്നവരോട് യോജിപ്പില്ല. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ജാക്കിയുടെ ഡയലോഗ് കേരളം ഏറ്റുവാങ്ങിയ ഒരു ഡയലോഗാണ്. ഒരു അധോലോക നായകനും ഇന്നേ വരെ മറ്റ് ഒരു അധോലോക നായകനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല വരെ എന്ന് എസ്.എൻ. സ്വാമി ഒരിക്കൽ പറയുകയുണ്ടായി. കള്ളക്കടത്ത് വസ്തുക്കൾ വിൽക്കുന്ന കായിക്കയുടെ മൂത്ത മകൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നറിഞ്ഞ ജാക്കി അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ജാക്കി സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ജ്യോതി. ജ്യോതി തൻ്റെ കൂട്ടുകാരിയെ ഉപദ്രവിച്ച ഒരാളെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ ജയിലിലാണ്. ജാക്കിക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്ന അശ്വതി വർമ്മ ജാക്കിയിലെ നന്മ മനസ്സിലാക്കുകയും അവർ തമ്മിൽ കൂട്ടുകാരായി മാറുകയും ചെയ്യുന്നു. അവർ തമ്മിൽ ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുകയും അശ്വതി വർമ്മ ജ്യോതിയെ കാണാനും ജാക്കിയുടെ അമ്മയെ കാണാനും ഒക്കെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജാക്കിയുമായി കൂടുതൽ അടുത്ത് ഇടപെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നാർക്കോട്ടിക് ബിസിനസ് ലാഭകരം എന്ന് മനസ്സിലാക്കിയ ശേഖരൻകുട്ടി അതിലേക്ക് തിരിയുന്നു. നാർക്കോട്ടിക് ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ ജാക്കിയെയും ശേഖരൻകുട്ടി നിർബന്ധിക്കുന്നു. നാർക്കോട്ടിക് ബിസിനസ് ഇഷ്ടമില്ലാതിരുന്ന ജാക്കിയും ശേഖരൻകുട്ടിയും തമ്മിൽ ഇക്കാരണത്താൽ പിരിയുകയും ചെയ്യുന്നു. ജാക്കിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ശേഖരൻകുട്ടിയെ ജാക്കി കൊടുക്കുന്നു. ഇതിന് പ്രതികാരമായി ജാക്കിയെ ആക്രമിക്കുമ്പോൾ അതിനിടയിൽപ്പെട്ട് ജാക്കിയുടെ അമ്മ കൊല്ലപ്പെടുന്നു. ജാക്കിയിൽ നിന്നും രക്ഷപ്പെടാനായി ശേഖരൻകുട്ടിയെ അച്ഛൻ ദുബായിലേക്ക് നാടുകടത്താൻ ശ്രമിക്കുന്നു. ശക്തമായ സെക്യൂരിറ്റി ഭേദിച്ച് പൈലറ്റിൻ്റെ വേഷത്തിൽ ജാക്കി ശേഖരൻകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജ്യോതി പുറത്തിറങ്ങുമ്പോൾ ജാക്കി ജയിലിനുള്ളിലേക്ക് കയറുന്നു. ജ്യോതിയെ അശ്വതി ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന സംഘട്ടന രംഗങ്ങൾ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വിമാനത്താവളത്തിൽ വച്ചെടുത്ത ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങൾ വളരെ ബുദ്ധിമുട്ടി ചിത്രീകരിച്ചതാണ് എന്ന് ഒരിക്കൽ എസ്.എൻ. സ്വാമി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മോഹൻലാലും കൂട്ടരും ഒരു ബ്രേക്ക് പോലും എടുക്കാതെയാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് എന്നും അവർ വളരെ അനായാസം അത് പൂർത്തിയാക്കുകയും ചെയ്തു എന്നും എസ്.എൻ. സ്വാമി പറഞ്ഞിരുന്നു. ചിത്രത്തിൻ്റെ കോപ്പി OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.